മിലിറ്ററി നഴ്സിംഗ് സർവീസിലെ ഷോർട്ട് സർവീസ് കമ്മീഷൻ PB-BSc നഴ്സിംഗ് അല്ലെങ്കിൽ BSc നഴ്സിംഗ് അല്ലെങ്കിൽ MSc നഴ്സിംഗ് പാസ്സായ സ്ത്രീ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ഇവർ പ്രധാനമായും ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അവരുടെ യോഗ്യതകൾ ആദ്യം തന്നെ വിശദീകരിക്കുകയുണ്ടായി. MSc നഴ്സിംഗ്, PB-BSc അല്ലെങ്കിൽ BSc നഴ്സിംഗ് എന്നിവ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇവരുടെ പ്രായപരിധി എന്നത് 1988 ഡിസംബർ 25-നും 2002 ഡിസംബർ 26-നും ഇടയിൽ പ്രായമുള്ളവർ, അതായത് 21 വയസ്സിനും 35 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം അപേക്ഷിക്കേണ്ടത്. ഇവരുടെ ശാരീരികക്ഷമത സൈനിക മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും അവർ വിലയിരുത്തുന്നത്. അടുത്തതായി തിരഞ്ഞെടുക്കുന്ന രീതികളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതിലൊന്നാമത്തേത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും ഒന്നാമതായി തിരഞ്ഞെടുക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്, അതായത് NTA. 2024 ജനുവരി 14-ന് ഇന്ത്യയിലുടനീളമുള്ള അവർ തിരഞ്ഞെടുത്തിട്ടുള്ളതായ കേന്ദ്രങ്ങളിൽ നഴ്സിംഗ്, ഇംഗ്ലീഷ് ഭാഷ, ജനറൽ ഇൻ്റലിജൻസ് എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ആയിരിക്കും അവർ ചോദിക്കുക. അപ്പോൾ അത് ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം അത് ഓർമ്മിപ്പിക്കുന്നു. ഒന്നുകൂടെ പറയാം. നഴ്സിംഗ്, ഇംഗ്ലീഷ് ഭാഷ, ജനറൽ ഇൻ്റലിജൻസ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും അവർ ചോദിക്കുക. പ്രധാനമായും ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം എന്നുള്ളത് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളതാണ്. എങ്കിലും ഇവയിൽ നിന്നെല്ലാം 50% മാർക്ക് അത്യാവശ്യമാണ്. 50% മാർക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ നടക്കുന്നത് ഡൽഹിയിൽ വെച്ചായിരിക്കും നടക്കുന്നത്. അതിനുശേഷം ഉദ്യോഗാർത്ഥികളെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിളിക്കുന്നതാണ്. ഇൻ്റർവ്യൂവും അതുപോലെ തന്നെ മെഡിക്കൽ പ്രോസസ്സും ഏകദേശം 3 മുതൽ 5 ദിവസം വരെ എടുത്തേക്കും. അതുകൊണ്ട് തന്നെ അവരുടെ താമസ സൗകര്യത്തിനുള്ള ക്രമീകരണങ്ങൾ അത് സ്വന്തമായി തന്നെ ചെയ്യണം. അത് അവരുടെ ഉത്തരവാദിത്തമല്ല, നിങ്ങളുടെ ഉത്തരവാദിത്തമായിരിക്കും. അത് സ്വന്തമായി തന്നെ ചെയ്യാനായിട്ട് ഓർക്കുക. മൂന്നാമത്തെ കാര്യം മെഡിക്കൽ എക്സാമിനേഷനാണ്, അതായത് വൈദ്യ പരിശോധന. തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളെയാണ് മെഡിക്കൽ എക്സാമിനേഷന് വിളിക്കുന്നത്. ചെസ്റ്റ്, വയർ തുടങ്ങിയവയുടെ എക്സ്റേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ വൈദ്യപരിശോധനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. മറ്റൊന്ന്, വൈദ്യപരിശോധന നടക്കുമ്പോൾ പ്രഗ്നൻസി പീരീഡ് ആണെങ്കിൽ സെലക്ഷൻ റിജക്റ്റ് ആകുന്നതിന് കാരണമാകും. അതിൻ്റെ മറ്റ് ബന്ധപ്പെട്ട വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ PDF നിങ്ങൾക്ക് ലഭ്യമാണ്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നാലാമത്തെ കാര്യം അവസാനത്തെ തിരഞ്ഞെടുപ്പ്, അതായത് ഫൈനൽ സെലക്ഷൻ അതെങ്ങനെയെന്നുള്ളതാണ്. മെഡിക്കലി ഫിറ്റായി തിരഞ്ഞെടുത്തവരെ ആംഡ് ഫോഴ്സിൻ്റെ വിവിധ ആശുപത്രികളിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് കോൾ ലെറ്റർ അവർ തന്നെ അയക്കുന്നതാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ കാര്യം TA ആണ്. ഇൻ്റർവ്യൂവിന് വിളിക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ യാത്ര, അതായത് സ്ലീപ്പർ ക്ലാസ് റെയിൽവേയിൽ യാത്ര ചെയ്യുന്ന ടിക്കറ്റ് തുക ലഭിക്കുന്നതാണ്. അതായത് സ്ലീപ്പർ ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന ടിക്കറ്റ് തുക നിങ്ങൾക്ക് അവർ നൽകുന്നതാണ്. താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ മെഡിക്കൽ പരീക്ഷ സ്ഥലത്തേക്കുള്ള യാത്രയുടെ ഒറിജിനൽ ടിക്കറ്റ് നൽകിയാൽ മാത്രമേ അത് ലഭിക്കത്തുള്ളൂ. പ്രത്യേകം അത് ഓർമ്മിപ്പിക്കുക. ഉദ്യോഗാർത്ഥി അഭിമുഖത്തിന് വരുമ്പോൾ മാനദണ്ഡങ്ങൾക്കനുസൃതമായി രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അഭിമുഖവും തിരഞ്ഞെടുപ്പും റദ്ദാക്കുന്നതാണ്. അത് പ്രത്യേകം ഓർമ്മിക്കുക. അതുപോലെ തന്നെ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ അർഹമായ റേഷൻ പോലുള്ള അധിക ആനുകൂല്യങ്ങൾ, താമസ സൗകര്യങ്ങൾ, അനുബന്ധ മറ്റ് സൗകര്യങ്ങൾ ഒക്കെയും അവിടെ ലഭ്യമാകും. അടുത്തതായി പ്രൊമോഷൻ സാധ്യതകളും ഒരുപാടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും PDF നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനായിട്ട് ശ്രമിക്കുക. അതിൽ ബാക്കി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അടുത്തതായി ഇത് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതാണ്. എങ്ങനെ അപേക്ഷിക്കാം? നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വെബ്സൈറ്റിൽ അപേക്ഷിക്കാം. അപേക്ഷാ ഫോം പൂരിപ്പിക്കുന്നതിനുള്ള വിശദമായ വിവരങ്ങൾ, അപേക്ഷാ ഫീസ് അടയ്ക്കൽ, അഡ്മിറ്റ് കാർഡ്, തുടർന്നുള്ള പ്രോസസ്സിംഗ് എന്നിവ ഇതെല്ലാം ഇതേ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകും.
2023 ഡിസംബർ 11 മുതൽ 2023 ഡിസംബർ 26 വരെയാണ് അപേക്ഷിക്കുവാനുള്ള സമയം. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ കൃത്യമായി നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് ഓർക്കുക. അപേക്ഷാ ഫോം പൂരിപ്പിക്കുന്നതിന് മുമ്പ് അവരുടെ യോഗ്യത, നിങ്ങളുടെ യോഗ്യത ഉണ്ടോ എന്ന് നന്നായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഫില്ല് ചെയ്യുക. ഉദ്യോഗാർത്ഥികൾ ഒരു ഇമെയിൽ ID-യും 2 സജീവ കോൺടാക്റ്റ് നമ്പറും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നാഷണൽ ടെസ്റ്റ് ഏജൻസിക്ക് 900 രൂപ അപേക്ഷ പ്രോസസ്സിംഗ് ഫീയായി നൽകേണ്ടതുണ്ട്. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയ്ക്കുള്ള, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ, ആ പരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഇതേ വെബ്സൈറ്റിൽ NTA വെബ്സൈറ്റിൽ നിന്ന് എടുക്കാവുന്നതാണ്. അഭിമുഖ സമയത്ത് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഒറിജിനൽ രേഖകൾ നിങ്ങൾ സമർപ്പിക്കേണ്ടതുണ്ട്. അവ ഏതൊക്കെയെന്ന് നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് PDF ഡൗൺലോഡ് ചെയ്ത് അത് കൃത്യമായി നോക്കേണ്ടതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓൺലൈനായി നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് പൂർണ്ണമല്ലാത്ത അപേക്ഷകളെ അവർ നിരസിക്കുന്നതാണ്. അതായത് ഒന്നും തന്നെ അവോയ്ഡ് ചെയ്യാതെ എല്ലാം കൃത്യമായി പൂരിപ്പിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അല്ലാത്തത് എല്ലാം നിരസിക്കപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. ഈ മാസം ഡിസംബർ മാസം 26-ാം തീയതി, ഇതേ വർഷം 2023 26/12/2023 ലാസ്റ്റ് ഡേറ്റ്. ഈ വീഡിയോ കാണുന്ന എല്ലാ കാൻഡിഡേറ്റ്സും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിനുള്ള യോഗ്യത ഉണ്ട് എങ്കിൽ എത്രയും വേഗം അപ്ലൈ ചെയ്യാനായി ശ്രമിക്കുക. കൂടാതെ മറ്റൊരു വീഡിയോയുമായി കേരള കോർണർ ജോബ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ അരികിലേക്ക് വീണ്ടും എത്തുന്നതാണ്. നിങ്ങൾക്കിതുപോലുള്ള കൂടുതൽ ജോബ് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ ജോബ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ജോബ് ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം.